പ്രൈസ് ദി ലോർഡ്. നാമത്തിലുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനം നോക്കുമ്പോൾ അനേക ഹല്ലേലൂയ സ്തോത്രം തരത്തിൽ ഹല്ലേലൂയ ഉള്ള ഹൃദയങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. നുറുങ്ങിയ ഹൃദയം, സ്തോത്രം ഹല്ലേലൂയ, നിർമ്മല ഹൃദയം, പുതിയ ഹൃദയം, ഏകാഗ്ര ഹൃദയം, തളിക്കപ്പെട്ട ഹൃദയം, ക്രിസ്തു വസിക്കുന്ന ഹൃദയം, അനേക തരത്തിലുള്ള ഹൃദയം ഹല്ലേലൂയ കാണുവാൻ കഴിയും. എന്നാൽ ഇന്ന് നമുക്ക് ഹല്ലേലൂയ ക്രിസ്തു വസിക്കുന്ന ഹൃദയം, ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ ആരാ വസിക്കേണ്ടേ? ക്രിസ്തു വസിക്കണം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ അത് ഒന്നിച്ച് വായിക്കുമ്പോൾ 17, 18, 19 കൂടെ ഒന്നിച്ചൊരു വാക്യമായിട്ടാണ് ഇരിക്കുന്നത്. സ്തോത്രം അവിടെ കാണാൻ കഴിയും. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം ആണ് നമ്മൾ ചിന്തിച്ചത്. അതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് വേണ്ടിയും നമ്മൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാണ്. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ ആര് വസിക്കണം? ക്രിസ്തു വസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നുവെങ്കിൽ നമ്മൾ ഉയരത്തിലുള്ളത് ക്രിസ്തുവിനുള്ളത് നമ്മൾ ചിന്തിക്കുവാനിടയായി തീരും. എന്താണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്? അതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ആ വാക്യം ഹല്ലേലൂയ കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. സ്തോത്രം. അവിടെ കാണുവാൻ കഴിയും. ക്രിസ്തു വിശ്വാസത്താൽ. എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കണമെന്ന്? വിശ്വാസത്താൽ. ഹല്ലേലൂയ. നാം ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ രക്ഷിതാവാണ് ഹല്ലേലൂയ നാം മനസ്സിലാക്കി ഹൃദയത്തിൽ വിശ്വസിക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമെന്ന് ദൈവവചനം നമ്മൾ ഹല്ലേലൂയ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ നമ്മൾ വിശ്വാസത്താൽ ഹല്ലേലൂയ ക്രിസ്തുവിനെ കൈക്കൊള്ളണം. അപ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നാം ക്രിസ്തുവിന് വേണ്ടി ചിന്തിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ തയ്യാറാകും. അവിടെ വായിക്കുമ്പോൾ താഴോട്ട് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ എന്തോ സംഭവിക്കണം? ഹല്ലേലൂയ സ്നേഹത്തിൽ നാം വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴമെന്ന് നാം ഗ്രഹിക്കണം. സ്നേഹത്തിന് ഉയരമുണ്ട്, ആഴമുണ്ട്, വീതിയുണ്ട്, നീളമുണ്ട്. ഇതെന്തെന്ന് ഗ്രഹിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ ഇടയായിത്തീരും. താഴോട്ട് വായിക്കുമ്പോൾ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകേണ്ടത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മൾ അറിയണം. അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. അതിനുവേണ്ടി നാം ഹല്ലേലൂയ നമ്മുടെ സമയങ്ങളെ ചെലവഴിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ മറ്റെന്തെങ്കിലും വസിക്കുന്നെങ്കിൽ അതിനെല്ലാം റിമൂവ് ചെയ്തിട്ട് ക്രിസ്തു വസിക്കുന്ന ഹൃദയമുള്ളവരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.